മൻമോഹൻ സിംഗ് സ്മാരക വിഷയത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ. മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം മുഴുവൻ ദുഃഖിക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് കോൺഗ്രസ് എന്ന് ജെ.പി. നദ്ദ വിമർശിച്ചു. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകളും രംഗത്തെത്തിയിട്ടുണ്ട്. ये वास्तव में बहुत ही दुर्भाग्यपूर्ण है कि कांग्रेस के पूर्व अध्यक्ष राहुल गांधी और वर्तमान में अध्यक्ष मल्लिकार्जुन खड़गे जी देश के पूर्व प्रधानमंत्री सम्माननीय मनमोहन सिंह जी के दुखद देहावसान पर भी राजनीति करने से बाज नहीं आ रहे हैं। कांग्रेस के इस घटिया सोच के लिए जितनी भी निंदा की जाए वो कम है। कांग्रेस जिसने डॉक्टर मनमोहन सिंह को जीते जी कभी भी वास्तविक सम्मान नहीं दिया, अब उनके सम्मान के नाम पर राजनीति कर रहे हैं। ये वही कांग्रेस है जिसने पीएम मनमोहन सिंह जी को के ऊपर सुपर पीएम के रूप में मैडम सोनिया गांधी जी को बिठा करके पीएम पद की गरिमा को धूमिल किया, उसे नीचा दिखाया। यही नहीं, पीएम मनमोहन सिंह जी का अपमान जिस तरह से राहुल गांधी ने अध्यादेश ऑर्डिनेंस को फाड़ करके किया था, इसकी कोई दूसरी मिसाल नहीं दिखने को मिलती है। और आज वही राहुल गांधी पूर्व प्रधानमंत्री स्वर्गीय मनमोहन सिंह जी के मौत पर भी राजनीति कर रहे हैं। गांधी परिवार ने अपने परिवार को छोड़कर देश के किस बड़े नेता को सम्मान दिया? देखिए, इस बात में पॉलिटिक्स बिल्कुल नहीं होनी चाहिए, क्योंकि हमारा एक मोर और लेस ये हमारा ट्रेडिशन रहा कि जो फॉर्मर प्राइम मिनिस्टर्स हैं उनके लिए मेमोरियल बनते हैं। पीवी नरसिम्हा राव जी एक एक्सेप्शन थे, और डॉक्टर मनमोहन सिंह जी का स्टेलर कंट्रीब्यूशन देख के तो मैं तो पूरी तरह से मानती हूँ उनका मेमोरियल पे कोई कंट्रोवर्सी नहीं होना चाहिए और उनको भारत रत्न भी मिलना चाहिए। വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, മൻമോഹൻ സിംഗ് സ്മാരക വിഷയത്തിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ശക്തമായി തന്നെ കോൺഗ്രസിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം മുഴുവൻ ദുഃഖിക്കുമ്പോൾ കോൺഗ്രസ് അവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. വിവരങ്ങൾ. രോഹിണി, കടുത്ത ഭാഷയിലാണ് കോൺഗ്രസിനെ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ വിമർശിച്ചത്. അദ്ദേഹം എക്സിലിട്ട ഒരു വീഡിയോയിലൂടെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആണെങ്കിലും മുൻ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ ഉൾപ്പെടെയുള്ളവർ മൻമോഹൻ സിംഗിനെ മരണത്തിന് ശേഷവും അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മൻമോഹൻ സിംഗ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും അപമാനിച്ചവരാണ് കോൺഗ്രസും നെഹ്റു കുടുംബവും. പ്രധാനമന്ത്രി എന്ന ഒരു വലിയ പദത്തിലേക്ക് മൻമോഹൻ സിംഗിനെ ഇരുത്തുകയും അതിനുശേഷം ഒരു റിമോട്ട് കൺട്രോൾ പോലെ പ്രവർത്തിപ്പിക്കുകയും, അതായത് UPA-യുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് സോണിയയെ കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയെക്കാട്ടിൽ വലിയ അധികാരം സോണിയയ്ക്ക് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ അപമാനിച്ചു. അതിനുശേഷവും പിന്നീട് ഈ ഭരണകാലത്ത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പാസ്സാക്കിയ ഓർഡിനൻസ് പരസ്യമായി കീറിയൊറിഞ്ഞുകൊണ്ട് രാഹുലിനെ പോലുള്ള ആൾക്കാർ മൻമോഹൻ സിംഗിനെ അപമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ പലതവണ ഇത്തരം അപമാനങ്ങൾ കോൺഗ്രസിൽ നിന്നും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും, എന്നാൽ മരണശേഷം ഇപ്പോൾ അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണസമയവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതല്ലെങ്കിൽ പിന്നീട് മൻമോഹൻ സിംഗിന് മെമ്മോറിയൽ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അനാവശ്യമായൊരു വിവാദം, കേന്ദ്ര സർക്കാർ സ്ഥലം നൽകാമെന്നത് സംബന്ധിച്ചുള്ള ഉറപ്പ് നൽകിയിട്ടും വീണ്ടും വീണ്ടും തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതും മൻമോഹൻ സിംഗിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, അദ്ദേഹം വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ പാരമ്പര്യം എന്നത് നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നുള്ള മറ്റ് നേതാക്കളെല്ലാം അധിക്ഷേപിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് കോൺഗ്രസ് ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ജെ.പി. നഡ്ഡ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ തന്നെ നേതാവും ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയുമായ സർദാർ വല്ലഭഭായ് പട്ടേലിന്റെയും ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പി B.R. അംബേദ്കറെയും ഒക്കെ കോൺഗ്രസ് അവഗണിച്ചതിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മൻമോഹൻ സിംഗ് വിഷയത്തിലും ജെ.പി. നഡ്ഡ കോൺഗ്രസ് നേതൃത്വത്തെയും നെഹ്റു കുടുംബത്തെയും കടന്നാക്രമിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം
പ്രണബ് കുമാർ മുഖർജിയുടെ മകൾ കോൺഗ്രസിന്റെ മുൻ നേതാവും അതുപോലെ തന്നെ മുൻ രാഷ്ട്രപതിയുമൊക്കെയായ പ്രണബ് മുഖർജിയുടെ കുടുംബവും കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ ഘടകം. പ്രണബിന്റെ മകൾ ഷമിഷ്ട്ര മുഖർജിയാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ കടന്നാക്രമിച്ച് രംഗത്തെത്തിയത്. അവർ ചൂണ്ടിക്കാണിച്ചത് തന്റെ പിതാവ് മരണപ്പെട്ട സമയത്ത് ഒരു അനുശോചന യോഗം പോലും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി നടത്തിയില്ല എന്ന വലിയ വെളിപ്പെടുത്തൽ പ്രണബ് മുഖർജിയുടെ മകളുടെ ഭാഗത്ത് നിന്നുണ്ടായത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമായി. ഈ കേന്ദ്ര സർക്കാർ ഈ മൻമോഹൻ സിംഗിന്റെ സ്മാരകം പണിയാൻ സ്ഥലം അനുവദിച്ചില്ല എന്നൊരു അനാവശ്യ വിവാദം കോൺഗ്രസ് ഒരു ഭാഗത്ത് രൂപപ്പെടുത്തി എടുക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ ഒരു കാലത്തെ ഏറ്റവും അനിഷേധ്യ നേതാവും മുൻ രാഷ്ട്രപതിയുടെ മകളും കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് രംഗത്തെത്തിയത്. അന്ന് ഒരു CWC യോഗം, അതായത് പ്രവർത്തക സമിതി യോഗം എന്തുകൊണ്ട് പ്രണബ് മുഖർജി മരിച്ച സമയത്ത് വിളിച്ചില്ല എന്ന് കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചപ്പോൾ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നോട് പറഞ്ഞത് മുൻ രാഷ്ട്രപതിമാർ മരിക്കുമ്പോൾ അത്തരം അനുശോചന യോഗങ്ങൾ പ്രവർത്തക സമിതി നടത്താറില്ല എന്നൊരു ന്യായീകരണം കൂടി ഒരു മുതിർന്ന നേതാവ് നടത്തിയെന്നും അത് തന്നെയും കുടുംബത്തെയും വലിയ തോതിൽ വിഷമിപ്പിച്ചുവെന്നും പ്രണബ് മുഖർജിയുടെ മകൾ തുറന്നു പറയുന്നു. എന്തായാലും ഈ മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ രാജ്യത്തൊട്ടാകെ വലിയ ദുഃഖം പൊതുസമൂഹം രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇത്തരം വിവാദമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നാണ് JP നഡ്ഡയും മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രണബ് മുഖർജിയുടെ മകളുമെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.